നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം. സർ, നമ്മുടെ ഇറാൻ വിഷയം വളരെ സങ്കീർണമായിട്ട് വലിയ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളിൽ ഏത് വിശ്വസിക്കണം ഏത് അവിശ്വസിക്കണം എന്ന് വായനക്കാരനെയും കാഴ്ചക്കാരനെയും കേൾവിക്കാരനെയും എല്ലാം ഒരു എന്താ പറയുക, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന തരത്തിലാണ്. ഇപ്പോൾ യുദ്ധം ഇതാ അമേരിക്ക ഇറാനിൽ ബോംബിടും എന്നൊരു കൂട്ടർ പറയുന്നു, അല്ല യുദ്ധം ഇപ്പോൾ തീരും എന്ന് മറ്റൊരു കൂട്ടർ പറയുന്നു. അതുപോലെ ഇതാ ട്രംപ് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ ചീത്ത വിളിച്ചിരിക്കുന്നു, പിന്നെ ചതിയനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള വാർത്ത ഒരു വശത്ത് പുറത്തു വരുന്നു. ഇസ്രായേലും അമേരിക്കയും തമ്മിൽ തെറ്റി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഈ ഇറാൻ്റെ കാര്യത്തിൽ അമേരിക്കയുടെ നിലപാടിനെ സാധൂകരിക്കേണ്ട, അത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടേണ്ട അമേരിക്കയുടെ വിദേശകാര്യ വകുപ്പിനെ നിയന്ത്രിക്കുന്ന അതിൻ്റെ മന്ത്രി എന്ന് തന്നെ പറയാം, മാർക്ക് റൂബിയോ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ സന്ദർശനം നടത്തിയ ഒരു ആളാണ്. അദ്ദേഹം ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായ വിശദീകരണങ്ങളൊന്നും വരുന്നില്ല. ലോകം സത്യത്തിൽ വലിയ ആശങ്കയിലാണ്. ഈ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ്റെ കയ്യിലിരിക്കുന്നിടത്തോളം കാലം അത് എണ്ണ വ്യാപാരത്തെയും വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ആശയക്കുഴപ്പം, ഒരു പ്രതിസന്ധി ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. എന്താണ് സാർ ഈ വിഷയത്തിൽ അങ്ങയുടെ നിഗമനം എന്താണ്? ഈ പ്രശാന്ത് പറഞ്ഞ പോലെ ഞാനും മൊത്തം കൺഫ്യൂഷനിലായിരുന്നു കുറച്ച് നാളുകളായിട്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ആര് പറയണത് വിശ്വസിക്കണം? അമേരിക്കയെ സപ്പോർട്ട് ചെയ്ത് ഉള്ള ജേർണലിസ്റ്റ്, ഇറാനെ സപ്പോർട്ട് ചെയ്തത്, പിന്നെ ഇന്ത്യയിൽ ഇതുപോലെ 2-3 ഗ്രൂപ്പ്, ഇന്ത്യയിലൊരു ഗ്രൂപ്പ്, ഇറാൻ അവരുടെ അളിയൻ്റെ സ്ഥലമാണെന്നുള്ള അത് ഒരു ഗ്രൂപ്പ്, പിന്നെ അമേരിക്ക എതിർക്കുന്നവർ, ഒരിടത്തുനിന്നും ഒരു കറക്റ്റ് ഇൻഫർമേഷൻ എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കുറച്ച് മനസ്സിലാക്കി എടുത്തു. ഈ ആദ്യം നമ്മൾ പറയേണ്ടത് ഈ ഇറാൻ USA വാറിൽ, ഇസ്രായേൽ വാറിൽ ഈ ബാറ്റിലും ഉണ്ട്, വാറും ഉണ്ട്. രണ്ട് ഉണ്ട്, സംഘർഷവും യുദ്ധവും. അല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ബാറ്റിലും വാറും യുദ്ധം ചെയ്യുക തന്നെയാണ്. പക്ഷേ ഈ ബാറ്റിൽ ഇവർ ഇറാൻ ജയിച്ചു. ബാറ്റിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു എൻ്റെ മിഷൻ? ന്യൂക്ലിയർ ഇറാഡിക്കേറ്റ് ചെയ്യുക, പിന്നെ ഹോർമിസ് തുറക്കുക, പിന്നെ ചേഞ്ച് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഹാപ്പൻഡ്. അപ്പോൾ അത് പറയണ്ട, ഹോർമിസ് തുറക്കുക, ഇറാൻ യുറേനിയം അമേരിക്ക പറയുന്ന ആൾക്കോ കൈമാറുക. അത് രണ്ടും നടന്നില്ല. പിന്നെ അപ്പോൾ അതുകൊണ്ട് ഈ ബാറ്റിൽ ശരിക്കും പറഞ്ഞ അപ്പോൾ വാറും ഉണ്ട് ബാറ്റിലും ഉണ്ട്. അപ്പോൾ ബാറ്റിൽ ഇറാൻ ജയിച്ചു. കാര്യം ഞാൻ നടന്നില്ല, അമേരിക്ക പറഞ്ഞ, പക്ഷെ വാറ് അമേരിക്ക ജയിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അത് ഈ ബോംബിങ്ങും മറ്റൊന്നും മറിച്ചതാണ്. അത് ഇറാന് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ചുമ്മാ ഒരു 5-6 മിസൈൽ എടുത്ത് മറ്റേ ഗൾഫ് കൺട്രീസിൽ ഇട്ടെങ്കിൽ USA ഒന്നും ചെയ്യാൻ പറ്റിയില്ല. USA ഒന്നും പറ്റിയില്ല. ഒരു 3-4 ഡ്രോണൊക്കെ പോയി, പിന്നെ ഒരു എയർക്രാഫ്റ്റ് പോയി. പക്ഷേ അത് ഇസ്രായേലും കൂടെ ചേർന്ന് ഓപ്പറേഷൻ നടത്തി അവർ പൈലറ്റിനെയൊക്കെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി. അല്ലാതെ ഒരു വലിയ F-16 ഒരു എയർക്രാഫ്റ്റ് കരിയറോ നേവൽ വെസലോ ഒന്നും USA നഷ്ടപ്പെട്ടില്ല. അപ്പോൾ ബാറ്റിൽ ഇറാൻ ജയിച്ചെങ്കിലും വാറിൽ ഇറാൻ തോറ്റു. വാറിൽ USA ആണ് ജയിച്ച് നിൽക്കുന്നത്. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ലല്ലോ, പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോഴും അവശേഷിക്കും. ഈ 2 ഇത് ചെയ്തിട്ടില്ല, ഈ പറഞ്ഞ ന്യൂക്ലിയറും ചെയ്തിട്ടില്ല, ഒരു പൊടി ചെയ്തില്ല. മാത്രമല്ല ഇപ്പോൾ എത്ര ദിവസമായി? ഫെബ്രുവരിയിലെ മറ്റോ തുടങ്ങിയതല്ലേ? ഫെബ്രുവരി 28 മറ്റോ തുടങ്ങിയാണ്. ഇത്രയും 2-3 മാസം, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ ആയി, ഒരുപാട് ദിവസമായി. അവിടെ തന്നെ നിൽക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ട്രംപ് ഇങ്ങനെ ഇത് കൊടുക്കുന്നു, 60 ദിവസം കഴിഞ്ഞാൽ ഇനി ഇറാനെ വെച്ചേക്കില്ല എന്നൊക്കെ പറയും. ഇറാൻ അത് ചിരിച്ചു തള്ളും, വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തു. ഒരു ആദ്യകാലത്തെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ തന്നെ ചർച്ച ചെയ്തിരുന്നു, യുദ്ധം നീണ്ടുപോവില്ല,
വൈകാതെ അവസാനിക്കും, കാരണം ഇറാന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊക്കെയുള്ളൊരു നിഗമനം ഉണ്ടായിരുന്നു. അത് മാധ്യമങ്ങൾ പലരും ശരിയാണ്, അതിനെക്കുറിച്ച് അങ്ങനെ ആ രീതിയിൽ റിപ്പോർട്ടും ചെയ്തിരുന്നു. പക്ഷേ USA കാലി വലിച്ചോളാം. USA ഈ ഇസ്രായേല് നമ്മളെ ഇസ്രായേലിൻ്റെ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ദേ മീൻ ബിസിനസ്. അവർക്ക് ഈ അഡ്ജസ്റ്റ്മെൻറ്റും ഒന്നുമില്ല. ഒന്നീ ബാറ്റിൽ അല്ലെങ്കിൽ നോ ബാറ്റിൽ, അല്ലെങ്കിൽ ബിസിനസ്, അല്ലെങ്കിൽ അതാണ് ഇസ്രായേലിൻ്റെ ഇത്. അപ്പോൾ ഇസ്രായേൽ എന്നെ ജീവിച്ചേ പറ്റൂ, ഇസ്രായേലിനെ അവിടെ ജീവിക്കണമെന്ന്. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഈ 47 വർഷമായി ഈ വിഷയത്തിൽ, ഇസ്രായേൽ അമേരിക്ക ഇറാൻ വിഷയത്തിൽ ഞാൻ പല കാര്യങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റിനെ അനുകൂലിക്കുന്നില്ല എങ്കിലും ഈ ഇറാൻ വാറിൽ ഞാൻ അമേരിക്കൻ പ്രസിഡന്റിനെ അനുകൂലിക്കും, ഇസ്രായേലിനെ അമേരിക്കൻ പ്രസിഡന്റിനെ അനുകൂലിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാൻമെയ്ഡ് പനാമ സൂയസ് കനാൽ പോലുള്ള ഒരു സ്ട്രൈറ്റ് അല്ല, അത് ജോഗ്രഫി പണ്ട് പ്രകൃതിദത്തമായ. അതിനെ എങ്ങനെ അവർക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ 7 ഇതുണ്ട്, വളരെ അന്യായമായ ഒരു പ്രവൃത്തി, ഭയങ്കര. ഇറ്റ്സ് എ ഹൂളിഗനിസം ഓഫ് ദ ഫസ്റ്റ് ഓർഡർ ഒരു രാജ്യം ചെയ്യുന്നത്. 7 വേറെ 7 ഇതുണ്ട്, സ്ട്രൈറ്റ് ഉണ്ട്. ഒന്നും വേണ്ട, മലാക്ക സ്ട്രൈറ്റ് നമ്മൾ ക്ലോസ് ചെയ്ത, അയ്യോ അത് വലിയ അടിയായി. പിന്നെ ഇന്ത്യയും ചൈനയും തമ്മിൽ വാറാണ്. അതെ. അപ്പോൾ ഇറാൻ ചെയ്തത് മലയാളത്തിൽ പറഞ്ഞാൽ ശുദ്ധ പോക്കൃത്തിനും ഹൂളിഗനിസം ഓഫ് ദ ഫസ്റ്റ് ഓർഡർ, തെമ്മാടിത്തനം, എന്താണോ പറയാം. ഈ ഇനിയിപ്പം ശിക്ഷ അർഹിക്കുന്നു. ബാബൽ മണ്ഡൽ എന്ന് പറഞ്ഞ യമന്റെ ആ തീരത്ത് റെഡ് സീയിലുള്ളതാണ്, ആ സ്ട്രൈറ്റും കൂടെ ഞാൻ ക്ലോസ് ചെയ്യുന്നതാണ് പറയുന്നത് അവന്മാർ. അപ്പോൾ പിന്നെ ഇന്ത്യയിൽ ഓയിൽ വരെയില്ല, ദർ ഇസ് നോ അതർ വേ. പിന്നെ ഭയങ്കരമായി ഇപ്പം നമ്മളിപ്പോൾ ഒമാനുമായിട്ട് നമ്മളൊരു അതൊക്കെ വളരെ ചെറിയ രീതിയിൽ ഒന്നും ആയില്ലല്ലോ, പൈപ്പിടാൻ ആലോചിക്കുന്നതാണ്, ഒന്നും ആയിട്ടില്ല. അപ്പം ഇന്ത്യ ശരിക്കും പെട്ടില്ല. പിന്നെ ഈ ഇസ്രായേലിൻ്റെ ഇതല്ല, എല്ലാവരും ഇവിടുത്തെ പത്രങ്ങളെല്ലാം ഒരു കാര്യം മറക്കും. ഇത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? 2023 മര്യാദക്ക് കിടന്നുറങ്ങിയായിരുന്ന അവിടെ വേലി പൊളിച്ചകത്ത് കയറി, പിന്നെ മറ്റേ മൈക്രോലൈറ്റ് എയർക്രാഫ്റ്റ് വഴി അവിടെ പോയി ഇറങ്ങി 10,200 പേരെ വെടിവെച്ചും റേപ്പ് ചെയ്തും പിന്നെ ബേബീസിനെ മൈക്രോ ഓവനിലിട്ട് പൊരിക്കുകയും ഇതൊക്കെ ചെയ്തവരാണ് ഈ ഹമാസ്. അപ്പോൾ ഇറാൻ 47 വർഷമായി കുറേ ഗുണ്ടകളുമായിട്ട് ആണ് നടക്കുന്നത്. പിന്നെ ഹുത്തി ഇറാഖിൽ ഒരു 5-6 ഗ്രൂപ്പുണ്ട്, എല്ലാം ഗുണ്ടകളാണ്, ടെററിസ്റ്റുകളാണ്. പിന്നെ ഹിസ്ബുള്ള എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ആർമിയെക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്, അവർക്ക് അനുഭവമില്ലെന്നേ ഉള്ളൂ ഹിസ്ബുള്ള. അപ്പം ഹമാസ്. അപ്പം ഇങ്ങനെ 4-5 ഗുണ്ടകളുമായിട്ട് നടക്കുകയാണ്. ഇപ്പം നമ്മുടെ ശത്രു രാജ്യം പാകിസ്ഥാൻ ആണല്ലോ, ചൈനയാണ്. നമ്മളൊരു ദിവസവും പറയാണ് ഡെത്ത് ടു പാകിസ്ഥാൻ, ഡെത്ത് ടു ചൈന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, നമ്മൾ പറഞ്ഞിട്ടുമില്ല, അവരും തിരിച്ച് പറഞ്ഞിട്ടില്ല. അവർ പണി ചെയ്യുന്നുണ്ട്, പക്ഷേ ഇങ്ങനെ പറയാറില്ല. എപ്പോഴും ഡെത്ത് ടു ഇസ്രായേൽ. അവർക്ക് ജീവിക്കണ്ടേ, അവരെവിടെയെങ്കിലും ജീവിച്ചോട്ടെ. ഇസ്രായേൽ അവർക്ക് ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശം, മനുഷ്യരാണ്. ഒരു മതമല്ലേ അവരുടെ ജ്യൂസിൻ്റെ. അപ്പോൾ പിന്നെ ഇങ്ങനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഡെത്ത് ടു ഇസ്രായേൽ, ഡെത്ത് ടു USA. ഇവർ ഒരുപാട് 234 എനിക്കൊന്ന് 80s മറ്റോ ആണ്, 80s 90s പറഞ്ഞുവിടാം, 234 US സൈനികരെ ബോട്ട് കൊണ്ട് ഇടിച്ച് കൊലപ്പെടുത്തി. പിന്നെ ജോർഡാനിലവിടെ മറ്റേ വെച്ചിട്ട്, ജോർഡാനിലോ ലിബിയയിലോ വെച്ചിട്ട് US നേവി ഇവർ തകർത്തിട്ടുണ്ട്, ഈ ഹിസ്ബുള്ളയും നമ്മുടെ ഈ ഇറാൻ്റെ ഗുണ്ടകളും. അപ്പം ഈ ഇറാന് നല്ല ഒരു GDP ഒക്കെ ഉണ്ട്. ഈ നമ്മുടെ ഇവരെ പോലെയല്ല, അബുദാബി ദുബായ് പോലെയല്ല. അബുദാബിയും ദുബായിക്കാരുടെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ഓയിൽ വരുമാനമുണ്ട്. പിന്നെ അതർ ഇൻഡസ്ട്രിയൽ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ അത്യാവശ്യം ഇറാനുണ്ട്. ഇവർക്കൊന്നുമില്ല, ഓയിൽ മാത്രമേ ഉള്ളൂ. കുടിക്കുന്ന വെള്ളം പോലും ഈ GCC കൺട്രീസിന് വെളിയിൽ നിന്ന് വരണം. ഇതൊന്നും വരണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇറാനൊരു വളരെ ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള നല്ല ദുബായ് പോലുള്ള ഒരു പവർഫുൾ കൺട്രി ആകാനുള്ള ചാൻസ് അവിടെയുള്ള തലക്കെട്ടുകാർ കളഞ്ഞു പൊളിച്ചു. അവർ ഈ ഇൻകം മുഴുക്കെ ഈ ഗുണ്ടകൾക്ക് ആയുധം സപ്ലൈ ചെയ്യുക,
പിന്നെ തീവ്രവാദം വളർത്തുക, അതിന് വരെ ജനങ്ങളെ സഫർ ചെയ്യുക. ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. പാകിസ്ഥാനിൽ അതാണ്, ജനങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ബാക്കിയെല്ലാം ആർമിയും അവരും എല്ലാം കൊണ്ടുപോവുകയാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അവിടെ ഭയങ്കര പട്ടിണിയാണ് പാകിസ്ഥാൻ. അതേപോലെ ഇറാനിലിപ്പം 3 മാസം മറ്റോ ആയി സാലറി ഇട്ടിട്ട്. അപ്പം ജനങ്ങൾക്കിതെല്ലാം ഡിനേ ചെയ്തിട്ട് അവർ അമേരിക്കയെ ശരിയാക്കാനും വേറൊരു രാജ്യത്തെ ശരിയാക്കാനും, അങ്ങനെ യുണൈറ്റഡ് നേഷൻസിലോ ലോക സമാധാനത്തിന് അനുകൂലമായിട്ടല്ല ഇറാൻ വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ രാജ്യങ്ങൾ തുടങ്ങിയ പിന്നെ 3rd വേൾഡ് വാറും 4th വേൾഡ് വാറും ഉണ്ടാവാൻ സാധ്യതയില്ല, ഒന്നും കാണില്ല. അപ്പോഴത്തേക്ക് എല്ലാം കല്ലും അമ്പും ഒക്കെ കാണുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ ഇറാൻ ചെയ്യുന്നത് ശുദ്ധ തെമ്മാടിത്തനമാണ്. അതിനെ നമുക്ക് അതുപോലെ തന്നെ പിന്നെ ഈ വാർ കൊണ്ട് നമുക്കാണ് ഇപ്പം കൂട്ടിയില്ലേ, LPG എല്ലാം നമ്മുടെ ചാർജ് കൂട്ടിയില്ലേ. 2nd ബിഗസ്റ്റ് ബയറാണ് നമ്മൾ ഓയിലിൻ്റെ. അപ്പോൾ ഓയിൽ പിന്നെ സാങ്ഷൻ മുഴുക്ക ഇന്ത്യയുടെ തലയിൽ. ഇപ്പോൾ US കോൺഗ്രസ്സിൽ ഇന്നലെ ഇന്നും ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പുറത്ത് റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നതിന് സാങ്ഷൻ കൊണ്ടുവരണമെന്ന്. ചൈനയുടെ പുറത്ത് സാങ്ഷൻ ഇല്ല, അത് വേറെ കാര്യം. ചൈനയുടെ പുറത്ത് ഏറ്റവും കൂടുതൽ ഓയിൽ വാങ്ങുന്ന ചൈനയാണ്. അവരുടെ പുറത്തൊന്നുമില്ല. നമ്മുടെ പുറത്താണ് ഈ സാങ്ഷൻ 30%, 50% അവർക്ക് 30%. അപ്പോൾ ഈ ഇന്ത്യ, ഏഷ്യൻ രാജ്യങ്ങൾ അവർക്കെല്ലാം ഇതുകൊണ്ട് സഫർ ചെയ്യാണ് ഇറാൻ്റെ അമേരിക്കൻ യുദ്ധം കാരണം. അമേരിക്കയ്ക്ക് ഒരു സഫറിങ്ങും ഇല്ല. പക്ഷെ അമേരിക്കക്കകത്ത് ഒരു ഗാലണ് $3 $4 കൂട്ടിയിട്ടുണ്ട്. അമേരിക്ക ലാർജസ്റ്റ് പ്രൊഡ്യൂസറാണ് ഓയിൽ, എന്നിട്ടും അവിടെ കൂട്ടി. അപ്പം അമേരിക്കൻ പബ്ലിക്കിന് കുറച്ച് സഫറിങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അല്ലാതെ ഈ മറ്റേ കെനറ്റിക് അറ്റാക്കൊന്നും അമേരിക്കയിലേക്കൊന്നും ഇല്ല. അവരുടെ ബേസിലിട്ടെന്ന് പറഞ്ഞിട്ട് എന്താ, അത് കുവൈറ്റിലല്ലേ വീണത്. സാർ, അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇത്രയും ഇപ്പോൾ ഒരു വലിയ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ആ ആശയക്കുഴപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ട്രംപ് നെതന്യാഹുവും തമ്മിൽ ഉടക്കി, ട്രംപ് നെതന്യാഹുവിനെ ചതിയനെന്ന് വിളിക്കുന്നു, ചീത്ത പറയുന്നു, ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നു. അല്ല, അതിലേക്ക് ഞാൻ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഇറാനും USA തമ്മിൽ ഇങ്ങനെ ഈ വേറൊരു വലിയൊരു വിഷയം, ഈ കഴിഞ്ഞ ഒരു 10-25 വർഷമായിട്ട് നമ്മുടെ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട്, പിന്നെ ഇവനെ നമ്പിനാൻ ബാക്കി ഞാൻ പറയുന്നില്ല, അശ്ലീലമാണ്. അതാണ് അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സിലുള്ള സ്ഥിതി. കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്ക ഡിപ്പെൻഡ് ചെയ്ത് ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവനിപ്പോൾ അമേരിക്ക പണി കൊടുക്കും. എപ്പോഴാണ് അവർ തെറ്റണം, അവരുടെ ഡീപ് സെറ്റ് തെറ്റണം എന്ന് പറയാൻ നോക്കില്ല. അപ്പം അതേപോലെ ഈ ഇസ്രയേലും USA തമ്മിൽ ഒരു ബ്രദർലി ബോണ്ടേജ് ഉണ്ട്. പക്ഷേ ഇപ്പം ഈ ട്രംപിന് വലിയൊരു വിഷയം അവിടെ ഉള്ളത്, ട്രംപിന് മിഡ് ടൈം ഇലക്ഷൻ ഒക്ടോബറിലോ നവംബറിലോ ഉണ്ട്. അപ്പം അതിൽ ട്രംപ് പിന്നോക്കം ട്രംപ് രാജിവെക്കണ്ട, പക്ഷെ അതിൽ പിന്നോക്കം പോയാൽ പിന്നെ 2.5 വർഷത്തെ കൂടെ കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തു വേണ്ടി വരും, ഈ റിപ്പബ്ലിക്കൻസ് തോറ്റു പോകും. അപ്പോൾ അത് വലിയ തിരിച്ചടിയാണ്. അപ്പം പുള്ളിക്ക് അതാണ് പേടി. ഈ ഡെമോക്രാറ്റ്സ് കംപ്ലീറ്റ് ഇറാൻ അനുകൂലമാണ് നിൽക്കുന്നത്, ഇസ്രായേലിനെതിരുമാണ്. അല്ല, അത് കുറച്ചേ ഉള്ളൂ. ഇസ്രായേലിൻ്റെ വിഷയം വരുമ്പോൾ അത് വേറെയാണ്. ഇസ്രായേലിന് ഈ കോൺഗ്രസ്മെൻ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ സെനറ്റേഴ്സും കോൺഗ്രസ്മെനും കൂടെ നമ്മുടെ ലോക്സഭ രാജ്യസഭ പോലെ അത് ഏകദേശം 585 മെമ്പേഴ്സുണ്ട് USA-ൽ. അതിൽ 80% ആളുകൾ കോൺഗ്രസ്സിൽ, 80% ആളുകൾ പ്രോ ഇസ്രായേലാണ്. പിന്നെ ഇസ്രായേലിൻ്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അത്രയും പോപ്പുലേഷൻ USA-ലുണ്ട് ജൂയിഷ്. പിന്നെ ബ്ലാക്ക് റോക്ക് മറിച്ച് ഒരു 4-5 ഗ്രൂപ്പുണ്ട്, ജൂയിഷ് ഗ്രൂപ്പ്. ദേ ആർ ദ മോസ്റ്റ് വെൽത്തിയസ്റ്റ് ഇൻ ദ വേൾഡ്. നമ്മുടെ ഇന്ത്യയിലുള്ള അവരെക്കാളൊക്കെ എത്ര ഇരട്ടിയാണ്. $11 trillion മറ്റാണ് ബ്ലാക്ക് റോക്കിൻ്റെ വേറെ ഏതോ ഒരു ജൂയിഷ് ഗ്രൂപ്പിൻ്റെ അസറ്റ്സ്. അവർ ദേ ആർ ഫിൽത്തി റിച്ച്. ഇവർക്കെല്ലാം പൈസ കൊടുക്കും, കോൺഗ്രസ്മെനും സെനറ്റേഴ്സിനും ഒക്കെ. അവരെ വെറുപ്പിക്കാൻ നോക്കില്ല. അപ്പം USA-ക്കും ട്രംപിനും ഒന്നും വെറുപ്പിക്കാൻ നോക്കില്ല. പക്ഷേ അതിൻ്റെ എല്ലാം മുകളിൽ, ഓവർ ആൻഡ് എബവ്, നമ്മുടെ ഇൻ അഡീഷൻ ടു ഓൾ ദീസ്, ട്രംപ് പിന്നെ ഇസ്രായേലിൻ്റെ അടുത്ത് ട്രംപിൻ്റെതായ ചില താല്പര്യങ്ങളുണ്ട്. ട്രംപിന് ഇറാനുമായിട്ടുള്ള വലിയൊരു വാർ നടത്താൻ താല്പര്യമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക നമ്പിക്കഴിഞ്ഞാൽ കുഴപ്പമാണെന്ന്. അതായത് അവർക്ക് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി പല സംഗതികളും
ചിലരുമായിട്ട് ബായി അതിനൊക്കെ ഓടി ചൈനയെ ചീത്ത പറഞ്ഞിട്ട് ഓടി ചൈന എടുത്ത് തന്ന് കൈ കുലുക്കി നിൽക്കുന്നു. അപ്പോൾ കാണുന്നവർക്ക് തന്നെ ഒരു കൺഫ്യൂഷനാവും. കുത്തിത്തിരിപ്പ് അവരുടെ കുത്തിത്തിരിപ്പ്, അവരുടെ USA അവർക്ക് പൈസ കിട്ടുന്ന അല്ലെങ്കിൽ ട്രംപിന് പൈസ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ ട്രംപിന്. അപ്പോൾ ഈ ഇറാൻ്റെ വാറുമായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല. മറ്റവരതല്ല, അവർ പറയുന്നത് ഞങ്ങളുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണിത്, ക്വിൻറ്റസെൻഷ്യൽ ത്രെട്ടാണ് ഇത് മാറ്റുക എന്നുള്ളത്. ഇവർക്ക് അണുബോംബ് കൊടുക്കാൻ പാടില്ല, അണുബോംബ് കൊടുത്താൽ ആദ്യം ഞങ്ങളുടെ നെഞ്ചത്താണ് ഇടുന്നത്. അതുകൊണ്ട് നെവർ എവർ അവർക്ക് ഒറ്റ ഇതേ ഉള്ള അത് തകർക്കുക എന്നുള്ളതാണ്. അതിനാണ് ട്രംപ് കയറി പിടിക്കുന്നത് തുടരുന്നതെന്നും പറഞ്ഞ്. ഇപ്പം ബെയ്റൂട്ടിൽ ലേറ്റസ്റ്റ് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞത്, ബെയ്റൂട്ടിൽ അവർ ബോംബ് ചെയ്യാൻ പോയി. കാര്യം ഈ ലത്താനി റിവറുണ്ട്, ഇസ്രായേലിൻ്റെയും ലെബണൻ്റെ ഇടയിൽ ഒരു ലത്താനി റിവറുണ്ട്. ഇവർ അതിൻ്റെ അപ്പുറത്തായിരുന്നു ഈ ഹിസ്ബുള്ള മാത്രമല്ല, അവിടെ ഡ്രൂസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, സുന്നി ഉണ്ട്. അവരെല്ലാം കൂടെ കൂടുമ്പം ഇവർ 32% ഉള്ളൂ ഹിസ്ബുള്ള. പക്ഷേ ഇവർ തടിമെടുക്കും ഇറാൻ്റെ പണക്കൊഴുപ്പും കാരണം അവർ വലിയ മിലിറ്ററി ആയതുകൊണ്ട് അവർ നിൽക്കുകയാണ്. പക്ഷേ ഇവരെ തള്ളി ഈ ലത്താനി റിവറിൻ്റെ അപ്പുറത്ത് ആക്കി കഴിഞ്ഞാൽ ഈ ഇസ്രായേലിന് വലിയ ത്രെട്ടില്ല. ഈ 2006 ഇസ്രായേലും ഇവരും തമ്മിൽ യുദ്ധം ചെയ്തതാണ്. അതിൽ അവർ ഇസ്രായേൽ പിൻവലിഞ്ഞു, ഞങ്ങൾ മര്യാദയ്ക്കിരിക്കാമെന്ന് പറഞ്ഞ് ഇവർ ഹിസ്ബുള്ള. പക്ഷെ അവരിരുന്നില്ല. അതിന് പകരം ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ പേടിപ്പിച്ചുകൊണ്ട് ഇപ്പുറത്ത് ഇത് വരികയും ഹമാസിനെ പ്രോപ്പപ്പ് ചെയ്യുകയും ഇറാൻ ഹിസ്ബുള്ള, ഹുത്തി ആൻഡ് ഹമാസ് ഇത്രയും പേരും കൂടെ ചേർന്ന് ഇസ്രായേലിനെ ഞെരുക്കാൻ തുടങ്ങി. അപ്പോൾ ഇപ്പം ഇറാൻ ബെസ്റ്റ് അവസരമാണ് ഇസ്രായേലിന്. ഇങ്ങനെ ഒരു ഗോൾഡൻ ചാൻസ് ഇസ്രായേലിന് കിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവരുടെ പമ്പിങ് മണി ആൻഡ് ആർമമെൻറ്റ്സ് നടക്കുന്നില്ല ഇറാൻ്റെ. അപ്പം ഹിസ്ബുള്ള എയ്ഡ് കട്ടായി നിൽക്കുകയാണ്. അവർ കടലിലൊക്കെ ഇസ്രായേൽ കംപ്ലീറ്റ് കട്ട് ചെയ്തു. അപ്പം ഇസ്രായേലിന് ഈ ഇവരെ ഒതുക്കാൻ ബെസ്റ്റ് അവസരം ഇനി കിട്ടില്ല, വേറൊരു അവസരത്തില്ല. അപ്പം ഈ ട്രംപിനിടെ നീ ബെയ്റൂട്ടി ബോംബ് ചെയ്യരുത്, മറ്റിടത്ത് ചെയ്യരുത്, മറിച്ചത്. അപ്പം ഇറാനുമായിട്ട് നമ്മുടെ അഡ്ജസ്റ്റ്മെൻറ്റ് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അവിടെ അൾട്രാ ഓർത്തഡോക്സ് ജ്യൂസ് ഉണ്ട്. അവരെല്ലാം ഈ നെത്തനോഹിനെ ഭീഷണിപ്പെടുത്തി, ബെഞ്ചമിൻ നെത്തനോഹിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് അവിടെ ജീവിക്കാൻ നോക്കില്ല, അയാളെ വലിച്ച് തറയിടും. പിന്നെ അവരുടെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണ് ഇത്. അപ്പോൾ ഇവർക്ക് ഈ അണുബോംബ് ഇങ്ങനെ 6 മാസം 8 മാസം എന്നൊക്കെ പറഞ്ഞാൽ അവർ അവസാനം അണുബോംബായിട്ട് വരും, ഇറാൻ വരും. അപ്പോൾ അത് ഇസ്രായേലിനറിയാം. അപ്പോൾ ഇസ്രായേൽ ഇത് ബൈഡൻ്റെ സമയത്ത് പറഞ്ഞതാണ് ഇവർ ഇത് ഉണ്ടാക്കാൻ പോവുകയാണെന്ന്. കേട്ടില്ല, ആരും കേട്ടില്ല. പിന്നെ ട്രംപ് വന്നപ്പോൾ ആണ് തുടങ്ങിയത്. പക്ഷേ ട്രംപിൻ്റെ പരിപാടി ആദ്യം തുടങ്ങിയിട്ട് പിന്നെ പതുക്കെ വലിയ, എന്നിട്ട് പിന്നെ ചർച്ച. പ്രശ്നം അല്ല, ഇസ്രായേലിനാണ് പ്രശ്നം, അമേരിക്കയ്ക്കല്ല. അവരുടെ സെക്യൂരിറ്റിയാണ് പ്രശ്നം. അതുകൊണ്ട് ഇസ്രായേലിന് യാതൊരു കോംപ്രമൈസും ഇല്ല. ഇവന്മാരെ തീർത്തിട്ട് എൻ്റെ ബാക്കി കാര്യം ഇവരുടെ ഇതിപ്പോൾ പെഷാഷ്കിൻ ഇറാൻ്റെ പ്രസിഡന്റ് രാജിവെച്ചു. പെഷാഷ്കിൻ ഈ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കണം, അമേരിക്കയുടെ യുദ്ധം സമാധാനപ്രിയം. ഇത് നമ്മൾ ആദ്യമേ പറഞ്ഞു, ഫെബ്രുവരിയിലെ പറഞ്ഞു പെഷാഷ്കിൻ മര്യാദക്കാരനാണെന്ന്. അയാളും പിന്നെ അവിടുത്തെ വിദേശകാര്യമന്ത്രി അഗാച്ചി. അപ്പം അതൊന്നും ഇവരുടെ കയ്യിലാണ്, തലക്കെട്ടുകാരുടെ കയ്യിലും മറ്റേ റിപ്പബ്ലിക്കൻ ഗാർഡ്സിൻ്റെ കയ്യിലുമാണ് ഇത് ഭരണം. അപ്പോൾ പിന്നെ അവർക്ക് അവർക്ക് സ്വപ്പം ഐക്യ കുറവാണ്. അതുകൊണ്ടാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ്. അപ്പോൾ ഇസ്രായേലിന് അത് പറ്റില്ല. ഇത് ബെസ്റ്റ് ചാൻസ് ആണ്. അപ്പോൾ ബെയ്റോ ഇവരുടെ ഒരു വലം കൈയാണ് ഈ ഹിസ്ബുള്ള ലെബണനിൽ. അപ്പോൾ ബെയ്റൂട്ടിൽ ബോംബ് ഇവന്മാർ ഓടി ബെയ്റൂട്ടിൽ ഒളിച്ച്. അപ്പോൾ അവിടെ പോയി ബോംബ് ചെയ്യാൻ പോയപ്പോഴാണ് നെത്തന്യാഹുവിനെ നിർത്താൻ പറഞ്ഞത്. അപ്പോൾ അവർ നിർത്തില്ല. ഈ നമ്മളെ പ്രേക്ഷകരും പ്രശാന്തനും ചിലപ്പോൾ അറിയാമായിരിക്കും, പക്ഷെ ഞാൻ റിഫ്രഷ് ചെയ്യുകയാണ്. ഇസ്രായേലിൻ്റെ സ്വഭാവം ആർക്കും അറിഞ്ഞൂടെ. ഇവിടെ എല്ലാവരും മാധ്യമങ്ങളൊക്കെ ഇസ്രായേൽ മറ്റേ അമേരിക്കയുടെ മറിച്ചാണ്, അങ്ങനെയൊന്നും അല്ല. ഇസ്രായേലിൻ്റെ ലോകത്ത് ആരെയും വിശ്വാസമില്ല. എന്തെങ്കിലും ഒരു ചെറിയ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരെ മാത്രമേ വിശ്വാസമുള്ളൂ, വേറെ ഇസ്രായേലിന് ആരെയും വിശ്വാസമില്ല. നമ്മൾ ഒരിക്കലും 100 വർഷം കഴിഞ്ഞാൽ അവരെ ആക്രമിക്കില്ല, ആ ഒരു കോൺഫിഡൻസ്. അതേസമയം അഭയം തേടി വന്നപ്പോൾ അതെ കൊടുത്തത് നമ്മളാണ്. അത് ചെറിയ ഒരു ഷിപ്പിൽ കുറച്ച് പേരേ ഉള്ളൂ. പിന്നെ കുറേ പേരെ നമ്മൾ എടുത്തിട്ടുണ്ടോ. ഇപ്പം മിണ്ടരുത്, ഇപ്പം നമ്മൾ മിണ്ടായിരിക്കണമാണ് നല്ലത്. കാര്യം ഞാൻ സകലരും അടിച്ചോടിച്ചു. ഇവിടെ ആരിരിക്കുന്നപ്പോൾ അവിടെ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ആരുമില്ല, എല്ലാവരും ഉയരം കൊണ്ട് രക്ഷപ്പെട്ട്. അതിനെപ്പറ്റി ആരും ഒന്നും നമ്മൾ മിണ്ടാൻ പാടില്ല. അത് പോട്ടെ, അതവിടെ നിൽക്കട്ടെ.
അപ്പോൾ ഈ ഇസ്രായേലിൻ്റെ സ്വഭാവം അറിഞ്ഞൂടാ. അവരെ അമേരിക്ക വേണമെങ്കിൽ ആക്രമിക്കും. നമ്മൾ വിചാരിക്കും ഇത് എങ്ങനെയെന്ന് ചെയ്തിട്ടുണ്ട്. 1967 65 അറിഞ്ഞൂടാ. ഈജിപ്തും ഇറാനും തമ്മിൽ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പം ഈ അമേരിക്ക പണ്ടേ ഈ പണിയുണ്ട്. പ്രശാന്ത് എൻ്റെ സ്വന്തം ആളാണെന്ന് പറയുകയും ചെയ്യും. പ്രശാന്തിനെ രഹസ്യമായിട്ട് ഞാൻ പാരയും വയ്ക്കും. അപ്പോൾ ഒരു ഇൻ്റലിജൻസ് ഷിപ്പ് മറ്റേ ഇൻ്റലിജൻസ് കളക്ട് ചെയ്യാൻ വേണം, അല്ല ഈജിപ്റ്റോ മറ്റോ നിങ്ങൾ ആക്രമിക്കാൻ വരണോ എന്ന് ഞങ്ങൾ ചെക്ക് ചെയ്യാൻ വരണം എന്ന് പറഞ്ഞു ഒരു പതുങ്ങി ഒരു ഷിപ്പ്, നേവൽ ഷിപ്പ്, ഫുൾ ഫ്ലഡ്ജ് നേവൽ ഷിപ്പ് വന്നു. ഇസ്രായേലിന് മനസ്സിലായി. ഇസ്രായേൽ അവിടെ ചെന്ന് ബോംബ് ചെയ്ത് 38 US സൈന്യേഴ്സ്. സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം നേരിട്ട് അമേരിക്ക ആക്രമിച്ചത് ഇവർ മാത്രമേ ഉള്ളൂ. ഇത് തകർന്നു. എന്നിട്ട് ഇസ്രായേലിൻ്റെ പരിപാടി ചെയ്ത് അയ്യോ അത് അപ്പോൾ ഇവർ പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഇൻ്റലിജൻസ്. അയ്യോ അത് അറിഞ്ഞില്ല കേട്ടോ ഇൻ്റലിജൻസ്. ഒരു കാര്യം ചെയ്യാം, ചത്തു. ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ കോമ്പൻസേഷൻ തരാം. കോമ്പൻസേഷൻ തരികയും നമ്മുടെ അതെ എന്നിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നമ്മൾ ചില രാഷ്ട്രീയ നേതാക്കന്മാർ മാപ്പ് പറയില്ലേ, അതേപോലെ. അപ്പോൾ ലിബർട്ടി എന്ന് പറഞ്ഞ ഷിപ്പാണ്, USS ലിബർട്ടി എന്ന് പറഞ്ഞ ഷിപ്പിനെ ഇവർ ബോംബ് ചെയ്തു, പിന്നെ ഇസ്രായേൽ F-14 പ്ലെയിൻ ഉപയോഗിച്ച്. അപ്പോൾ ഇസ്രായേല് ഒരു അങ്ങനെയൊന്നും ട്രംപ് പറഞ്ഞാലൊന്നും കേൾക്കുകയൊന്നുമില്ല. പിന്നെ ഈ കോൺഗ്രസ്സിൽ ഇപ്പോൾ ഡിബേറ്റ് നടക്കുകയാണ്. ഇസ്രായേലിനുള്ള എയ്ഡ് കുറയ്ക്കണോ, ഇറാൻ്റെ വാർ നിർത്തണോ, അത് തർക്കം നടക്കുകയാണ്. അപ്പോൾ പിന്നെ ട്രംപിന് ഇതൊന്നും നിർത്തണം കുറച്ച് സമയത്തേക്ക്. പക്ഷേ അവർ നിർത്തിയാൽ ഇസ്രായേലിൻ്റെ പണി പോവും. ഇറാൻ ഇത് നന്നായിട്ടറിയാം. അതാണ് ഇറാൻ ഈസ് ബൈയിങ് ടൈം. പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കാർഗ് ഐലൻഡിൻ്റെ തൊട്ടടുത്ത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാർഗ് ഐലൻഡിൽ നിന്നാണ് ഈ 80% ഓയിൽ ഇറാൻ്റെ പോകുന്നത്, ഷിപ്പിൽ നിന്ന് കയറിപ്പാണ്. അപ്പോൾ അത് കത്തിച്ച് കഴിഞ്ഞാൽ വലിയൊരു പാരിസ്ഥിതിക പ്രശ്നമാണ്. പക്ഷെ നിവൃത്തിയില്ല. ഇസ്രായേൽ റെഡിയാണ്, പക്ഷെ ട്രംപിന് അത് താല്പര്യമില്ല. പക്ഷേ ട്രംപ് അതിൻ്റെ തൊട്ടടുത്ത് എപ്പോൾ ആണെങ്കിലും അങ്ങോട്ട് കാർഗ് ഐലൻഡിലേക്ക് ഗ്രൗണ്ട് ഫോഴ്സസ് കയറാനും അത് ബോംബ് ചെയ്യാനും. പിന്നെ അബു മൂസ എന്ന് മറ്റോ ഒരു ഐലൻഡ് ഉണ്ട് തൊട്ടടുത്താണ്. ഇത് രണ്ടും പിടിച്ചു കഴിഞ്ഞാൽ ഇറാൻ പിന്നെ കംപ്ലീറ്റ് കട്ടായ ഹോർമിസ് ഇതുവഴി അവർക്ക് ഓയിൽ വിറ്റല്ലേ പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പാകിസ്ഥാൻ വഴിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നതൊക്കെ വളരെ കുറച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതിനൊക്കെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസ്സിൽ ഒരു ഡിബേറ്റ് അവർ നോക്കുന്നുണ്ട്. ഇറാന് നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ വാർ കൊണ്ടുപോകാം മുന്നോട്ട്. അപ്പം കോൺഗ്രസ് മൊത്തം പറയുന്നത് ഒന്നുകിൽ യു ഫിനിഷ് ദ ജോബ്, അല്ലെങ്കിൽ വിഡ്രോ ചെയ്യും. ഇത് ഏതെങ്കിലും ഒന്ന് ചെയ്യും. അപ്പോൾ ഇന്ത്യയെ പോലുള്ളവരാണ് ഇതിനകത്ത് ബുദ്ധിമുട്ടുന്നത്. കാരണം നമുക്ക് അമേരിക്കയ്ക്ക് പ്രശ്നമില്ല, റഷ്യക്ക് പ്രശ്നമില്ല, നമുക്കാണ് ഈ ഓയിൽ പ്രശ്നം മൊത്തം. അപ്പോൾ മാർക്ക് റൂബിയോ ഇവിടെ വന്നെങ്കിലും അദ്ദേഹം ഒരു ഇന്ത്യൻ പക്ഷപാതിയാണ്. പക്ഷേ തിരിച്ച് ചെന്നപ്പം ഞാൻ പറഞ്ഞില്ലേ അവർ പണി വരുന്നുണ്ടെന്ന്. തിരിച്ച് ചെന്നപ്പം മാർക്ക് റൂബിയോ അല്ലല്ലോ പ്രസിഡന്റ്. കോൺഗ്രസിലുള്ള ഒരു ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് സാങ്ഷൻ വേണമെന്ന്, റഷ്യയുടെ റീഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ കുഴഞ്ഞ് മറിഞ്ഞ് ഈ USA നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവരുടെ ഡീപ് സ്റ്റേറ്റിനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇസ്രായേൽ അങ്ങനെ USA പറഞ്ഞ് കേട്ട് നടക്കുന്ന മര്യാദ കുട്ടിയല്ല എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിത പ്രശ്നമാണ്, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അല്ലെങ്കിൽ നെതന്യാഹു തറ വീഴും. അപ്പം നെതന്യാഹു പോയാലും അടുത്ത ആൾ വരുന്ന ഇത് മറ്റേ കമ്മല് അല്ല കടുക്കൻ ഇട്ടവൻ പോയിട്ട് ജിമിക്ക് ഇട്ടവനാണ് വരുന്നത്. അതിനേക്കാൾ ഭയാനക. അത് ബെന്നറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനമാണ്. അയാൾ ഭയങ്കര സാധനമാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ അമേരിക്ക അടുത്തവണ മിണ്ടാൻ നിൽക്കാൻ പറയും, നേരിട്ട് ആക്രമിക്കും. അവർക്കൊരു പ്ലാൻ ഉണ്ട് ഇസ്രായേലിന്, ഇതെങ്ങനെ പിടിച്ചടക്കണമെന്നും ഒരു പ്ലാൻ ബിയും സിയും ഒക്കെ ഉണ്ട്. എന്നിട്ട് ഈ ന്യൂക്ലിയം യുറേനിയം സ്നാച്ച് ചെയ്തുകൊണ്ട് അത് അവർക്കറിയാം. പക്ഷെ അമേരിക്കക്ക് ഇത് മോശമാവും അങ്ങനെ ചെയ്ത ഇസ്രായേൽ. അതുകൊണ്ട് ഒരു നിവർത്തിയില്ല, ഇസ്രായേൽ ചെയ്യും. അല്ലാതെ ഈ ട്രംപ് പറയണത് കേട്ട് വിശ്വസിച്ച് ഇറങ്ങാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നു, ആശയക്കുഴപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ട്രംപിൻ്റെയും അമേരിക്കയുടെയും നയങ്ങളാണ് ഒരു പരിധിവരെ ഇപ്പോൾ ഇതിന് ദോഷകരമായിരിക്കുന്നത്. പക്ഷേ ഇസ്രായേൽ വളരെ സ്റ്റഡിയായിട്ട്, വളരെ ശക്തമായിട്ട്, കർശനമായ ഒരു നിലപാടേ ഉള്ളൂ. ആ കർശന നിലപാടുമായിട്ട് അവർ രംഗത്തുണ്ട്. അവരൊരു കാരണവശാലും ഇറാന് യാതൊരു തരത്തിലും വഴങ്ങില്ല. അവരുദ്ദേശിച്ചത് എന്താണോ ആ ലക്ഷ്യം നേടിക്കൊണ്ടേ അവർ പിന്മാറുകയുള്ളൂ.
അതെ. പക്ഷേ അമേരിക്കയ്ക്ക് ഇപ്പോൾ ഈ ട്രംപിന് പല താല്പര്യങ്ങളുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇലക്ഷനും കൂടി വരുന്നു, മിഡ് ടേം ഇലക്ഷൻ കൂടെ. പിന്നെ ഇസ്രായേലിന്റെ പുറത്തൊരു ലിവറേജ് ഇല്ല, ലിവറേജ് USA-ക്ക്. ട്രംപ് വിചാരിച്ചാൽ മാത്രം അവിടെ തീരുവില്ല പ്രശ്നം. തീരുവില്ല. അവിടുത്തെ ജൂയിഷ് ലോബി ഉണ്ട്, അവർ ഭയങ്കര പവർഫുൾ, അവർ വളരെ ഭയങ്കര പവർഫുൾ. അപ്പോൾ അതെല്ലാം ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്ന്, നമുക്ക് കാത്തിരുന്ന് കാണാം. വന്ദേ മാതരം. വന്ദേ മാതരം.